ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ, നാളെ നമുക്ക് വാവുബലി വരികയാണ്. അതായത് വാവുബലി ഈ കർക്കിടക വാവുബലി ആണ്. അതായത് അത് 2 ദിവസമായിട്ടാണ്. അതായത് ഓഗസ്റ്റ് 3 ഉണ്ട്, ഓഗസ്റ്റ് 4 ഉണ്ട്. അതായത് 6 നാഴിക പകൽ വരുന്നതാണ് കർക്കിടക വാവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ 2 ദിവസം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസമായ ശനിയാഴ്ചയാണ് കർക്കിടക വാവായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാവിന് നമ്മളെങ്ങനെ വ്രതം എടുക്കണമെന്നും വാവുബലി ഇടുന്നത് എങ്ങനെയാണെന്നും ഒക്കെയാണ്. അതായത് എങ്ങനെയാണെന്നല്ല, വാവുബലി ഏത് രീതിയിൽ നമ്മൾ വ്രതമൊക്കെ എടുത്ത് നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് പിതൃൻ്റെ അനുഗ്രഹം, അതായത് പിതൃ അനുഗ്രഹത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ വാവുബലി ചെയ്യുന്ന ഈ ഒരു കർമ്മം ചെയ്യുന്നത് തന്നെ. അതായത് പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി, നമ്മുടെ മരിച്ച പിതൃക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ മാത്രമല്ല, നമ്മുടെ ആ തലമുറയിലുള്ള, അതായത് നമ്മുടെ പിതാമഹന്മാരെയാണ് നമ്മുടെ പിതൃക്കളായിട്ട് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ വീട്ടിലിപ്പം അച്ഛനോ അമ്മയോ മരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ മരിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ അവരുടെ അതായത് അവരുടെ ആണ്ട് വരുമല്ലോ, അപ്പോൾ അന്ന് പോയി നമ്മൾ ബലിയിടാറുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, ആണ്ട് ബലിയാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ അത് ആ അപ്പൂപ്പന് വേണ്ടി, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പിതാവിന് വേണ്ടി, മാതാവിന് വേണ്ടി അവർ മരിച്ച ദിവസം പോയി നമ്മൾ ബലിയിടുന്നതെന്ന് വെച്ചാൽ അത് അവർക്ക് മാത്രം വേണ്ടി ഇടുന്ന ബലിയാണ്. പക്ഷേ അതല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കർക്കിടക വാവ് ബലി എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അതായത് പിതൃായിട്ടുള്ള പല കണ്ണികൾ, അതായത് നമ്മുടെ പിതാവിൻ്റെ പിതാവ്, അങ്ങനെ മുത്തശ്ശന്മാരുണ്ടല്ലോ. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി, അല്ലെങ്കിൽ മുത്തശ്ശിമാരുണ്ടല്ലോ, അവർക്കെല്ലാം വേണ്ടി നമ്മൾ ഈ ഒരു ദിവസം ഇടുന്നത്, അവർക്ക് മാത്രമുള്ള ഒരു ദിവസമാണ് ഈ കർക്കിടക വാവ് അല്ലെങ്കിൽ വാവുബലി. അവർക്ക് വേണ്ടി നമ്മളിടുന്ന ഒരു കർമ്മമാണിത്. അപ്പോൾ ഈ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ, അതായത് ഏത് കാര്യത്തിനും നമുക്ക് ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് പോലെ തന്നെ പിതൃൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് മസ്റ്റായിട്ടും വേണം ഏത് കാര്യത്തിനും. അപ്പം ഓരോ കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യത്തിൽ തടസ്സം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്ന തടസ്സമൊക്കെ എന്ന് പറയുമ്പം നമ്മൾ പോയി ചിലപ്പോൾ നമ്മൾ ജ്യോതിഷന്മാരെയൊക്കെ കാണുമ്പോൾ അവർ പറയും, ഇത് എന്താണ് പ്രശ്നം, ഇത് ഇവർക്ക് പിതൃൻ്റെ അനുഗ്രഹം ഇല്ല, അല്ലെ പിതൃശാപമുണ്ട് എന്ന് പറയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലവിധ ദോഷങ്ങൾ പിതൃശാപം മൂലം നമ്മളെ അലട്ടുന്നുണ്ട്. അപ്പോൾ ആ ദോഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ ഈ രീതിയിൽ നിങ്ങൾ വാവുബലി ഇട്ടാൽ നിങ്ങൾക്ക് സഹായിക്കുന്നതായിരിക്കും. അതായത് കഴിവതും നമ്മൾ ഒരു നേരം അരി ആഹാരം മാത്രം കഴിക്കുക, 2 നേരം ഗോതമ്പിൻ്റെ കഴിക്കണമെന്നുള്ളവർ അങ്ങനെ കഴിക്കുക. അതല്ലെങ്കിൽ ഒരു നേരം അരി ആഹാരം മാത്രം കഴിച്ച് രാത്രിയിൽ പഴമോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച്, അങ്ങനെ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും കുടിച്ചൊക്കെ ആ ഒരു ദിവസം കഴിക്കുക. പിറ്റേന്ന് രാവിലെ പോയി വാവുബലി അടുത്ത അമ്പലങ്ങളിലുണ്ടെങ്കിൽ അവിടെ ഇടാം. അപ്പോൾ അത് മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് അല്ലെങ്കിൽ വർക്കല ഇതിലുള്ള ഫേമസ് ആയിട്ടുള്ള വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, ഒക്കെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളാണ്. അവിടെയൊക്കെ പോയി നമ്മുടെ പിതാമഹന്മാർക്ക് വേണ്ടി, അപ്പം നമ്മുടെ മാതാവും പിതാവും ജീവിച്ചിരുന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, വാവുബലി ഇടാവുന്നതാണ്. അത് ഇടേണ്ടത് ഈ രീതിയിലാണ്. നമ്മൾ അതുപോലെ നമ്മൾ പീരീഡ്സൊക്കെ ആയ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീജനങ്ങൾക്ക് നമുക്ക് വാവുബലി ഇടുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല, വാവുബലി ഇടാം. പക്ഷേ പീരീഡ്സ് ടൈമിലൊന്നും ഇടാൻ പാടില്ല. അതുപോലെ തന്നെ പീരീഡ്സൊക്കെ കഴിഞ്ഞ് നല്ല ക്ലീനായിട്ട് അതിന് ശേഷം ഒരു 8 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വാവുബലി ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും വ്രതം മസ്റ്റാണ്. എന്ത് പറയുന്നത്, അന്നത്തെ ദിവസം നമ്മൾ ഒരു വ്രതം, നമ്മൾ എങ്ങനെയാണോ ഒരു വ്രതം എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ എടുക്കുക. കാര്യം ആ ഒരു ദിവസം അവർക്ക് വേണ്ടി നമ്മളൊരു ബലി ഇടയില്ല. അപ്പോൾ അത് മനസ്സർപ്പിച്ച് അതിന് ശേഷം ഇടുക. അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ കയറാൻ പറ്റുമെങ്കിൽ അമ്പലത്തിൽ കയറി ഭഗവാനെ തൊഴുക. അതല്ലെങ്കിൽ സൂര്യദേവനെ പ്രാർത്ഥിച്ചാലും മതി, അതിലൊന്നും കാര്യമില്ല. അതുപോലെ തന്നെ വാവുബലി ഇടുന്ന സമയത്ത് ഇപ്പോൾ കാക്ക വന്നത് എടുത്തില്ല എന്ന് എഴുതി അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വാവുബലി വന്നിട്ട് അന്ന് നമ്മൾ ബലിയിടുകയാണ്.
ബലി ഇട്ടിട്ട് നമ്മൾ കാക്ക ഇങ്ങനെ നമ്മൾ കൈകൊട്ടി വിളിക്കുമല്ലോ. അപ്പോൾ കാക്ക ചിലപ്പം വരണമെന്നില്ല. അത് നമ്മൾ പിതൃൻ്റെ ശാപമൊന്നും ഒന്നും അതിന് കരുതണ്ട. അത് അവർ വന്ന് അത് പിതൃനെ സങ്കല്പിച്ച് നിങ്ങളത് ചെയ്തോളുക. നിങ്ങളുടെ മനസ്സാണ് അവിടെ പ്രധാനമായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഈ ദിവസം നമ്മൾ വീട്ടിൽ നമ്മൾ സദ്യയൊക്കെ ഒരുക്കുമല്ലോ. അപ്പോൾ ചില ആളുകൾ ഈ സദ്യയോടൊപ്പം തന്നെ നോൺ വെജ് അന്ന് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഇറച്ചിയും മീനും ഒക്കെ. അപ്പോൾ അത് കഴിവതും ഒഴിവാക്കാൻ നിങ്ങൾ നോക്കുക. കാര്യം ഒരു ദിവസം നമ്മൾ അവർക്കായിട്ട് സദ്യയൊക്കെ ഒരുക്കി വെക്കും. അവർക്ക് ഏറ്റവും ഇഷ്ടം അതായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലരുണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടം ബീഫും അല്ലെങ്കിൽ കപ്പയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരുക്കി വെക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പിതൃ കഴിഞ്ഞാൽ അവർ ദൈവത്തിന് സമമായി കഴിഞ്ഞു. ഭഗവാന് തുല്യമായിട്ട് തന്നെ അവരെ പരിഗണിക്കുക. അപ്പോൾ ഭഗവാൻ നമ്മൾ അങ്ങനെയൊന്നും നിവേദിക്കത്തില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ഒരുക്കുന്ന സദ്യ കഴിവതും വെജിൻ്റെ സദ്യ ഒരുക്കാൻ നോക്കുക. അതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ കൊണ്ടു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അന്നേ ദിവസം നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അന്നം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെയധികം ഒരു പുണ്യപ്രവൃത്തിയായിരിക്കും. നാല് നമ്മുടെ മുത്തശ്ശിമാർക്കും ഒക്കെ ഉള്ളൊരു ദിവസമല്ലേ. അപ്പോൾ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് വളരെയധികം പുണ്യമായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ വാവുബലിയൊക്കെ ഇടുക. അങ്ങനെ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ.